എല്ലാ അമ്മമാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുഞ്ഞിൻ്റെ തൂക്കത്തെക്കുറിച്ച്. എൻ്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ ഇത്രയായിരുന്നു വെയിറ്റ്, ഇപ്പോൾ ഇത്രയാണ് വെയിറ്റ്, ഇത് നോർമൽ ആണോ അല്ലയോ എന്നുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും ഒരു ആവറേജ് ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത് 3 കിലോ ആണ്. മിനിമം 2.5 കിലോക്ക് മുകളിലെങ്കിലും അതായിരിക്കണം. 2.5 കിലോക്ക് താഴെയുള്ള കുട്ടികളെയാണ് ലോ ബർത്ത് വെയിറ്റ് ബേബീസ് അല്ലെങ്കിൽ തൂക്കക്കുറവുള്ള ബേബീസ് എന്ന് വിളിക്കുന്നത്. തൂക്കക്കുറവുള്ള ബേബി ആയാലും നോർമൽ ആയിട്ടുള്ള ബേബി ആയാലും പ്രീ ടൈം ബേബി ആയാലും എല്ലാ ബേബീസും ആദ്യത്തെ ഒരു 10 ദിവസം വെയിറ്റ് എല്ലാം ഒന്ന് കുറഞ്ഞ് നോർമൽ ബർത്ത് വെയിറ്റ് ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 14 ദിവസം ആകുമ്പോഴേക്കും എത്തിയിരിക്കണം. അതുകൊണ്ട് ആദ്യത്തെ ഈ 10 ദിവസത്തിന്റെ വെയിറ്റ് നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് നോർമൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ വെയിറ്റ് എങ്ങനെയാണ് കൂടുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ഒരു 3 മാസം കുഞ്ഞുങ്ങളുടെ വെയിറ്റ് 30 ഗ്രാം പെർ ഡേ വെച്ചിട്ട് കൂടിയിരിക്കണം. ഒരു ദിവസത്തിൽ 30 ഗ്രാം വെച്ചിട്ട് കൂടിയിരിക്കണം. 3 മാസത്തിൽ 90 ദിവസം, ആദ്യത്തെ ഒരു 10 ദിവസം കണക്കിലെടുക്കേണ്ട. 80 × 30 വെച്ചിട്ട് നോക്കുമ്പോൾ 2.4 കിലോ 3 മാസത്തിൽ കൂടിയിരിക്കണം. ജനിക്കുമ്പോൾ കുട്ടിയുടെ ബർത്ത് വെയിറ്റ് 3 കിലോ ആണെങ്കിൽ 3 + 2.4 കുഞ്ഞിൻ്റെ 3 മാസത്തിലെ വെയിറ്റ് 5.4 ആയിരിക്കണം. നെക്സ്റ്റ് 3 മാസം മുതൽ 6 മാസം വരേക്കുള്ള കുട്ടികൾ 20 ഗ്രാം പെർ ഡേ വെച്ചിട്ട് കൂടിയിരിക്കണം. 6 മാസം മുതൽ 9 മാസം വരേക്കും 15 ഗ്രാം ഒരു ദിവസം വെച്ചിട്ട് കൂടിയിരിക്കണം. 9 മാസം മുതൽ 12 മാസം വരേക്കും അത് 12 ഗ്രാം ഒരു ദിവസം വെച്ചിട്ട് കൂടണം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജനിക്കുമ്പോൾ ഒരു കുട്ടി 3 കിലോ ഉണ്ടെങ്കിൽ ആ കുട്ടി 5 മാസം ആകുമ്പോഴേക്കും ഡബിൾ വെയിറ്റ് ആയിരിക്കണം, അതായത് 6 കിലോ ആയിരിക്കണം. ഒരു വർഷമാകുമ്പോഴേക്കും ട്രിപ്പിൾ വെയിറ്റ് ആയിരിക്കണം, അതായത് 9 കിലോ ആയിരിക്കണം. ഇനി നമുക്ക് നോർമലായിട്ട് ഓരോ വർഷത്തിലും എങ്ങനെയാണ് കൂടുന്നതെന്ന് നോക്കാം. 1.5 വയസ്സുള്ള കുട്ടിയുടെ വെയിറ്റ് 11 കിലോ ആയിരിക്കണം. 2 വയസ്സുള്ള കുട്ടി 12 കിലോ. 2.5 വയസ്സുള്ള കുട്ടി 13 കിലോ ആയിരിക്കണം. 3 വയസ്സുള്ള കുട്ടി 14 കിലോ ആയിരിക്കണം. 3.5 വയസ്സുള്ള കുട്ടി 15 കിലോ ആയിരിക്കണം. 4 വയസ്സുള്ള കുട്ടി ഏകദേശം 16 കിലോ ഉണ്ടായിരിക്കണം. 4.5 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ അത് 17 കിലോ ആയിരിക്കണം. 5 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അതൊരു 18 കിലോ ആവറേജ് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന്റെ വെയിറ്റ് നോർമൽ ആണോ കുറവാണോ എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഇനി ആദ്യത്തെ 6 മാസമാണ് കുഞ്ഞിന്റെ വെയിറ്റ് കുറയുന്നതെങ്കിൽ അതിന്റെ കാരണം കുഞ്ഞിന് മുലപ്പാല് കിട്ടുന്നതിന്റെ അളവ് കുറയുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അമ്മ നല്ല ഭക്ഷണം കഴിക്കുന്നതും അമ്മ വെള്ളം കുടിക്കുന്നതും ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 6 മാസം മുതൽ നമ്മൾ കുഞ്ഞിന് കുറുക്കെല്ലാം കൊടുക്കുന്ന സമയമായിരിക്കാം. അപ്പോൾ കുഞ്ഞിന് ആ സമയത്താണ് തൂക്കക്കുറവെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ കുറുക്ക് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം. മതിയായ അളവിലും എല്ലാ വെറൈറ്റി ഐസ് ആയിട്ടുള്ള ഫുഡുകളും എല്ലാം കൊടുത്താൽ ബെറ്റർ ആയിരിക്കും. 1 വയസ്സിന് ശേഷമുള്ള കുട്ടികളാണെങ്കിൽ നല്ല ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അവർക്ക് നല്ല വിശപ്പും ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല ക്വാണ്ടിറ്റിയിലും ആവശ്യത്തിനുള്ള ഫുഡെല്ലാം നമ്മൾ വെറൈറ്റി ഫുഡെല്ലാം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ചില കുട്ടികൾക്ക് അയണിന്റെ കുറവുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത ഡോക്ടറെ കാണിച്ചിട്ട് അയണിന്റെ മെഡിസിൻ വേണോ വേണ്ടോ എന്നെല്ലാം തീരുമാനിക്കേണ്ടതുണ്ട്. 2 വയസ്സിന് ശേഷമാണെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് എല്ലാ വെറൈറ്റി ഫുഡ്സും എല്ലാം കൊടുക്കുക. വിരശല്യം ഉണ്ടെങ്കിൽ ആ വിരയുടെ മരുന്നും തൊട്ടടുത്തുള്ള ഡോക്ടറെ കാണിച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട്. താങ്ക് യു.